Watch full episodes on Jio Hotstar. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ ഷേർ സിംഗ് ആരാന്ന്. ഷേർ സിംഗ് ആ സൈഡിൽ പോണ്ട് ബ്രിഡ്ജ് തന്നെ പൊട്ടിച്ചു കളഞ്ഞല്ല ഈശ്വര. ബട്ടുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ആ പ്രശ്നം ഇവിടെ തന്നെയാണ്. ബട്ടു, നീ വിഷമിക്കണ്ടെന്നേ. പ്രശ്നങ്ങളൊന്നും നമുക്ക് പുതിയ കാര്യമല്ല. ദേ പ്രൊഫസർ നമുക്ക് ഈ ജാക്കറ്റ് തന്നിട്ടുണ്ട്. ഇതാദ്യം നീ അങ്ങ് ധരിക്കാൻ നോക്ക്. ബട്ടു, ബോഡി കൺട്രോളിൽ വെക്കണം. Come on. ഓക്കേ. കണ്ടോ ബോസേ, കട്ടുപട്ട് എത്ര അടിപൊളിയായിട്ട് ഡൈവ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും ശരിക്കും ഹീറോസ് തന്നെയാ. ശരിക്കും ഹീറോ. എടാ മണ്ടന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ വായി നോക്കി നിൽക്കുകയാണെങ്കിൽ ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ആരുമില്ല ബോസേ, ആരുമില്ല. നിങ്ങളല്ലേ പറഞ്ഞ കട്ടുപട്ട് അവിടെ താഴെ വീട് ചാവാൻ പോവാണത്. അത് കാണാൻ വേണ്ടിയാ ഞങ്ങൾ രണ്ടുപേരും വന്ന്. എന്താ കണ്ടൂടാ ബോസേ? നിങ്ങളെ പോലെ മണ്ടന്മാരെ ഞാൻ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നില്ലേ? അതിനെനിക്ക് ശിക്ഷ വേണ്ടതാണ്. വേഗം പോയി സ്റ്റിയറിംഗ് പിടിക്കടാ. ബോസ് എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇരുന്നാ പറയും അവിടെ പോയിരിക്കാൻ, അവിടെ ഇരുന്നാ പറയും ഇവിടെ ഇരിക്കാൻ. എന്താ ബോസ് എപ്പോഴും എങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം? ഞാൻ ബോസിനോട് മിണ്ടൂല, ഞാൻ പിണക്കത്തില്ല. മണ്ടന്മാരെ, വേഗം പോയി ഞാൻ പറഞ്ഞ ജോലി ചെയ്യടാ. ഗട്ടു, ഈ ഷേർ സിംഗ് എവിടെ പോയി? ബട്ടു, നീ മലന്ന് കിടന്നാണ് റോൾ ചെയ്യുന്നത്. കമന്ന് കിടന്നാലേ കാണാൻ പറ്റൂ. കമോൺ. ഗട്ടു എന്റെ സുഹൃത്തേ, ഞാനും ഇതാ വരുന്നു. ഈ ബട്ടു 2 സ്റ്റെപ്പ് മുന്നോട്ട് പോന്ന് വിചാരിച്ചപ്പോ 4 സ്റ്റെപ്പ് പുറകോട്ടാണല്ലോ വന്നത്. എന്താണ് ചെയ്യുന്നത്? താഴെ ഇറങ്ങണോ? ഈ ബട്ടൂരൊരു കഴുതയെ പോലെ ആക്കില്ലോ ഇവരൊക്കെ ചേർന്ന്. ഇറങ്ങണം തടിയന്മാരെ. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ ഓടുന്നവന്റെ രണ്ടാമത്തെ പേര് ഷേർ സിംഗ്. എന്താ ഓടി രക്ഷപ്പെടാൻ മുൻപന്തിയിലാണ്. അല്ല, എങ്ങോട്ട് പോകുന്നു? കട്ടുപട്ടു സാറേ, ഇന്ന് ഞങ്ങൾക്ക് ലീവാ. ഇന്ന് ലീവാണ്. ഇന്ന് ഞങ്ങൾക്ക് മോഷ്ടിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ആരോ ഷേർ സിംഗിന് ഫോൺ ചെയ്ത് ഇന്ന് കട്ടുപട്ടു സാറും ഗാർഡ്സും പോലീസും ഒക്കെ എല്ലാവരും കാൻസിയുടെ ചിപ്പ് സെക്യൂരിറ്റി ചെയ്യാൻ പോവെന്ന്. അതുകൊണ്ട് ഇന്ന് ബാങ്ക് മോഷ്ടിക്കുന്നവർക്കൊക്കെ നല്ല ദിവസമാണെന്നാ പറഞ്ഞ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബോസ് ഷേർ സിംഗ് മോഷ്ടിക്കാൻ വേണ്ടി പോയത്. ഈ പ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കൂ. ഇനി ഞങ്ങൾ ലീവ് ദിവസത്തിൽ മോഷ്ടിക്കില്ല. ഞങ്ങൾ ഒരിക്കലും മോഷ്ടിക്കില്ല. എന്നാ പിന്നെ ഞാൻ ഇവിടുന്ന് ഓടുകയാണ്. ഗട്ടു, ഗുഡ്സ് ട്രെയിൻ എത്തിനാ. പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഇറങ്ങും. പെട്ടെന്ന്. പറഞ്ഞോളൂ സാർ, എത്രയും പെട്ടെന്ന് വന്നേ. KM സിംഗിന്റെ അവിടെ നിന്നും മൈക്രോ ചിപ്പ് മോഷണം പോയിരിക്കുന്നു. ഓ നോ ബട്ടു, നമുക്ക് വേഗം പോണം. KM സിംഗിനെ മൈക്രോ ചിപ്പ് മോഷ്ടിച്ചു. ബട്ടു, നിനക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്.
ഗട്ടു ബട്ടു വേഗം! നിങ്ങളെ വിശ്വസിച്ചാണ് ആ ചിപ്പ് ഞാൻ ഇവിടെ വെച്ചത്. നിങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതെനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. മനസ്സിലായല്ലോ? കള്ളന്മാർ ഈ നഗരത്തിലെ ബാങ്ക് മുഴുവനും മോഷ്ടിക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങ് വരൂ. CCTV ഫൂട്ടേജിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. വരൂ. ആരാ? ഇതാരോ അകത്തുള്ള ആള് ചെയ്യുന്ന കാര്യമാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാ, കോറിഡോറിന്റെ അകത്തേക്ക് വരുമ്പോ എന്തുകൊണ്ടാണ് ഈ അലാറം അടിക്കാത്തത്? എന്തുകൊണ്ട് അടിച്ചില്ല? CCTVയുടെ ബട്ടൺ ഇവിടെ ഉണ്ട്, പക്ഷെ അലാറിന്റെ ബട്ടൺ നമ്മുടെ അടുത്തല്ലേ ഉള്ളത്. ഇതെന്തുട്ടാ? ഗട്ടു വാ, എന്റെ പിന്നാലെ വാ. ഇങ്ങോട്ട് വാ ഗട്ടു. നോക്ക്, ഇത് ഒട്ടുന്നു കണ്ട, ഒട്ടുന്നു. പില്ലറില് ഓട്ടാ. പിന്നെ ദേ ആ വിൻഡോയില് അതൊരു കൊക്കിയിട്ടിരിക്കുന്ന അടയാളമാണ്. ഇതുവഴി റോപ്പ് ഉപയോഗിച്ചായിരിക്കണം അവർ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. ഓ, ബട്ടുടെ സിക്സ്ത് സെൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കണം ഈ മോഷണം നടന്നിട്ടുണ്ടാവുക. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ എനിക്ക് കൂടി കാണണം. കലക്കി കളഞ്ഞു എന്റെ ബട്ടു. നീ ആലോചിച്ചത് ശരിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ അകത്തുള്ള ആരാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. എന്ത്? അകത്തുള്ള ഒരാളോ? അങ്ങനെ നടക്കാൻ യാതൊരു സാധ്യത. ഇൻസ്പെക്ടർ മൻമാനി ഇവിടെ വാട്ടർ സ്പോർട്ട് കളിച്ചോണ്ടിരിക്കുകയാണോ? എന്റെ സാറേ, ഇയാൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞത് കേട്ടോടെ. ഇതാരാണ്? ഗട്ടു, ദേ അവനിതാ ഹെലികോപ്റ്ററിൽ നിന്ന് ചിപ്പ് എടുത്തോണ്ട് പോകുന്നു. ഇതിനൊക്കെ കാരണം ഷേർ സിംഗ് ആയിരുന്നു. കേട്ടു പറ്റു, പച്ചിപ്പിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണോ വിചാരിച്ചത്? ഞാൻ ഷേർ സിംഗ് ആണ്, ഷേർ സിംഗ്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. അവനെ വിട്ടേക്കരുത്.
നീ എന്റെ ആളെ തന്നെ തല്ലിയല്ലേ? നീ എന്റെ കണ്ടീഷന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ മുകളിൽ കയറ്റൂ. അതായത് ആ ചിപ്പിൽ പകുതി പങ്ക് എനിക്ക് തരണം. സിമ്പിൾ. തരാം. ആദ്യം എന്നെ നീ മുകളിലേക്ക് കയറ്റ്. വേഗം കയറ്റ്. ഓക്കെ ഓക്കെ. ടീച്ചറാ ഗട്ടു, ഇവര് മേലെ വെച്ചതിന് ഡീൽ ഉറപ്പിച്ചല്ല. ഇനി ഇവര് രണ്ടുപേരും ചേർന്ന് ഈ ലോകം മൊത്തം ഭരിക്കുന്ന തോന്നുന്നത്. കേറി വാ, കേറി വാ, കേറി വാ. വന്നല്ലോ വനമാല. അവന്റെ ഡീൽ ബ്രേക്ക് ചെയ്ത് എന്നെ മോളിന്ന് തള്ളിയിട്ടു. കള്ളന്മാര് തമ്മിൽ ചീറ്റിംഗ് പാടില്ല എന്ന് ഇവൻ അറിയില്ല തോന്നുന്നു. കട്ടുപട്ട് ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ രക്ഷപ്പെടുത്തേ. കണ്ടില്ലേ ബട്ടു, തെറ്റായ ആൾക്കാർ തമ്മിൽ ഡീല് ചെയ്യുമ്പോൾ അവര് പിന്നിൽ നിന്ന് കുത്താൻ വളരെ സമയമൊന്നും വേണ്ടതേ. അതുകൊണ്ടാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാത്തത്. മനസ്സിലായില്ലേ? തിങ്ക് ചെയ്യാം, ഡീപ് തിങ്ക് ചെയ്യാം. നമ്മുടെ ഭൂമിയിൽ ഇഷ്ടം പോലെ കൺട്രീസ് ഉണ്ടെന്നേ. ഇത്രയും കൺട്രീസിന്റെ ഇടയിൽ അവര് ഏത് നാട്ടിൽ പോയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനാണ് ബട്ടു? എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് അറിയില്ല. ഹേയ് സൂപ്പർ! ബട്ടുടെ ഡിറ്റക്റ്റീവ് സെൻസ് കൊണ്ട് ആലോചിച്ചപ്പോളേ ഒരു കാര്യം എനിക്ക് നല്ലോണം മനസ്സിലായിരിക്കുന്നു കേട്ടു. ഹിതൻ റാവൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ചിപ്പുണ്ടല്ലോ ചിപ്പ്, അത് നേരെ ഓപ്ഷനിൽ വിൽക്കാൻ പോകുന്നുവെന്നാണ്. ഓപ്ഷനിൽ വിൽക്കാൻ പോകുന്നുവെന്ന്. ആ ചിപ്പ് അത്ര സാധാരണ ചിപ്പല്ല, ആർക്ക് വേണമെങ്കിലും കട്ടുകൊണ്ട് പോവാൻ. അത് കഴിക്കുന്ന ചിപ്സും അല്ല, അത് ചിപ്പാണ്, മോഷ്ടിക്കപ്പെട്ട ചിപ്പ്. അതുകൊണ്ട് അവൻ ആ ചിപ്പിനെ തീർച്ചയായിട്ടും അണ്ടർ വേൾഡിലായിരിക്കും വിൽക്കാൻ പോവുക. അണ്ടർ വേൾഡില് ആ ചിപ്പ് കൊണ്ട് അവർ എന്തായാലും ചീത്ത കാര്യങ്ങളെ ചെയ്യുള്ളൂ. നിനക്ക് മനസ്സിലായോ? അതെ, ബട്ട് പറഞ്ഞത് ശരിയാണ്. ഇനി ഒരു പക്ഷേ ഈ ലോകം തന്നെ വലുതായെന്നിരിക്കട്ടെ, പക്ഷെ ഇതിൽ നോക്കിയാൽ തെറ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അവരുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പിന്നെ ആ ചിപ്പ് മോഷ്ടിച്ചവനെയും നമുക്ക് എളുപ്പം പിടിക്കാവുന്നതാണ്. ഓ പ്രൊഫസർ, ബട്ടുന് ഒരു പോയിന്റ് പറയാനുണ്ട്. ഒരു പോയിന്റ്, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹേ ഗട്ടു, നീ നെറ്റിലെ ലോകത്തിലുള്ള എല്ലാ ഡോൺസിന്റെയും ലൊക്കേഷൻ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അവരൊക്കെ എവിടേക്കാണ് പോകുന്നതെന്നും കണ്ടുപിടിക്കുക. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. കൊള്ളാലോ ബട്ടു, നീ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കേട്ടോ. ഇവരെല്ലാവരും ദുബായിലേക്കാണ് പോകാൻ പോകുന്നത്, അതും ഒരുമിച്ച് തന്നെ. ഹേയ് സൂപ്പർ! ഹേ ബല്ലേ ബല്ലേ ബല്ലേ, ഹേ ബല്ലേ ബല്ലേ ബല്ലേ, ഹേ ബല്ലേ ബല്ലേ ബല്ലേ. ഹേയ് സൂപ്പർ! പ്രൊഫസർ, താങ്കൾ കണ്ടോളൂ, ഈ ഗട്ടുവും ബട്ടുവും ചേർന്ന് ഹിതേഷ് റാവലിന്റെ കയ്യിൽ നിന്ന് ചിപ്പ് എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന്. ഞങ്ങൾ ദുബായ് പോവുകയാണ്, എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് പോവുകയാണ്. എന്റെ ബട്ടു, നീ നിന്റെ വാചകോടി ഒന്ന് കുറച്ചു നേരത്തേക്ക് നിർത്താമോ? നിങ്ങളുടെ ഈ വെറും കൈ കൊണ്ട് ഒരു ഡോണിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, അതിനു വേണ്ടിയല്ലേ നിങ്ങളെ സഹായിക്കാൻ ഞാനുള്ളത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗാഡ്ജറ്റ് തരാം, അതാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ കിറ്റ് തയ്യാറാക്കിയിട്ട് ഈ ബാഗിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, വന്ന് നോക്കൂ. സാബ്ജി, ഞാൻ കേട്ടത് ശരിയാണോ? നിങ്ങൾ രണ്ടാളും ദുബായിക്ക് പോവാത്ര? ദുബായിക്ക് എന്നെയും കൊണ്ടുപോകാം സാബ്ജി. ദുബായി കാണണമെന്നത് എന്റെ സ്വപ്നമാണ്. എന്ത്? നിന്റെ സ്വപ്നോ? ശരി ടിങ് ടോങ്, ശരി. എന്നാ വാ, നിനക്കും ഇതുപോലെ ഒരു ചാൻസ് പിന്നെ എപ്പോ കിട്ടാനാണ്. വാ, വന്ന് നിന്റെ ലൈഫ് എൻജോയ് ചെയ്യ്. എൻജോയ്. ഒരു മിനിറ്റ്, നിങ്ങളുടെ അടുത്ത് ഐസ് ഉണ്ടോ? ഈ ഐസ് നിങ്ങളായിരുന്നോ? സോറിയാ. ഇയാള് വില്ലനല്ലേ? ഇയാൾ എങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനാ? ഞാനൊരു മണ്ടനായി പോയി. സോറി കേട്ടോ, സോറിയാ. ഓ, ഇവിടെ ഐസ് ഉണ്ടായിരുന്നോ? ഓ, കൊല്ലടാ ഇവനെ.
ഭക്ഷണം. ഹലോ ബ്രദർ, ഒരു ഐസ് തരുവോ? മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്നേ. ഹെൽപ്പേ. ഞാനൊരു കാര്യം ചെയ്യ, പോയി ഐസ് എടുത്തോണ്ട് പോവാ. അതൊരിക്കൽ ഈ ബോക്സ് ഞാൻ ഭദ്രമായിട്ട് വെച്ചോളാം. ബോക്സ് എടുത്തെറിയ ഇങ്ങോട്ട്. കമോൺ വേഗം. ഈശ്വരാ, ഓഹോ ഇതാ ചിപ്പിള്ള ബോക്സ് അല്ലേ? ചിപ്പിള്ള ബോക്സ്. കമോൺ ബട്ടു, വേഗം എടുത്ത് ചാട്. ചാടാനാ പറഞ്ഞത്. അതിന് ഇവരെന്നെ ചാടാൻ സമ്മതിച്ചാലല്ലേ കെട്ടു. വേണ്ട, പോവരുത്. അവരെ ഫോളോ ചെയ്ത് കൊണ്ടുപോവാ. അണങ്ങി പോവരുത്, അണങ്ങി പോവരുത്, അണങ്ങി കട്ടു. മന്മാനി സാറ് പുറകിൽ ഇങ്ങനെ തൊങ്ങിക്കൊണ്ട് വരികയാണല്ലോ. അതിന്റെ പുറകിൽ ഹിറ്റ് ആൻഡ് ട്രാവലും വരുന്നുണ്ട്. ഗട്ടു ബട്ടു അവിടെ നിൽക്കേ. അണങ്ങി പോവരുത്. അയ്യോ വേണ്ടെന്ന് പറഞ്ഞില്ലേ. Tango, Zulu, go, get it back.
വെരി ഗുഡ് കം ലെറ്റ്സ് ഗോ. ബട്ടു എന്റെ അടുത്തേക്ക് വരല്ലേ, ഇത് ക്വിക്ക് സാൻഡ് ആണ്, നീയും കൂടി ഇതിനകത്ത് വീണു പോകും. എന്റെ സുഹൃത്തേ, ഗട്ടു ബട്ടുവിന്റെ സൗഹൃദം ഇവിടെ അവസാനിക്കാൻ പോവുകയാ. നോക്കോ നമുക്ക് ബട്ടുവിന് അവന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന്. ഒരുപക്ഷെ രണ്ടിന്റെയും കഥ ഇതോടെ കഴിഞ്ഞേക്കാം. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ബട്ടു നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിരിക്കും. ബട്ടു ഞാൻ പറയുന്നത് കേക്ക്, നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും ആ ചിപ്പ് കയ്യിൽ കിട്ടിയേ പറ്റൂ. നീ പോയി അയാളെ പിടിക്കാൻ നോക്ക്, പോകാൻ നോക്ക്. ബോസ്, 2 ജീപ്പ് വരുന്നുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. ഇതിന്റെ അവസാനം വരെ കാണാൻ നിൽക്കാൻ പറ്റാത്തതിലാ ഖേദം. പ്ലീസ് ഡോണ്ട് മൈൻഡ്. പോകാൻ സമയമായിരിക്കുന്നു, ഇനി ഒരിക്കലും കാണില്ല. ബട്ടു പോകാനല്ലേ പറഞ്ഞത്, അവരുടെ പുറകെ പോക. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റില്ല. ഗട്ടുവിനെ വിട്ടിട്ട് ബട്ടു ഒരിക്കലും ഇവിടുന്ന് പോകില്ല. ബട്ടു ഒന്ന് ആലോചിക്കട്ടെ. എന്താ ചെയ്യാ, 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 എന്താ ചെയ്യാ. ഗട്ടു, നിന്റെ സുഹൃത്ത് ബട്ടുവിനെ വിശ്വസിക്ക്, എന്നെ വിശ്വസിക്ക്. ഞാൻ എന്തായാലും നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ഓ ബട്ടു, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എന്നെക്കാളും ഇമ്പോർട്ടന്റ് ഇപ്പൊ ആ ചിപ്പാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് നിനക്ക് പോകണം, നീ പോ. ഒരേ ഒരു ഐഡിയ ഉണ്ട്, ഒരേ ഒരു ഐഡിയ ഉണ്ട്. ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ്. ബട്ടു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ്. ചിലപ്പോ ഞാൻ പോകേണ്ട സമയമായെന്നാ തോന്നുന്നത്. നീ പോയി ആ ചിപ്പ് കൊണ്ടുവാ. എന്റെ അമ്മ. ബട്ടു, ഓ എന്റെ ബട്ടു, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആടാ. നീ എന്റെ ബ്രദറിനെ പോലെ ആടാ. നീ എന്തിനാണ് എനിക്ക് വേണ്ടി നിന്റെ ജീവൻ തന്നെ പണയം വെച്ചത്? നീ അതിനകത്ത് വീണ് കഴിഞ്ഞാ നീയും കൂടി മുങ്ങി പോയില്ലേ? എടാ, ഗട്ടു ഇല്ലെങ്കിൽ പിന്നെ ബട്ടു മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഗട്ടു ഇല്ലെങ്കിൽ പിന്നെ ബട്ടുവും ഇല്ല. സാബ്ജി വാ, വേഗം കേറ്, വേഗം കേറാൻ. മൻമാനി സാബ്ജി ബാക്കിൽ വരുന്നുണ്ട്, വേഗം കേറ്. അനങ്ങിപ്പോകരുത്. ഗട്ടുപട്ടു നിയമത്തിന്റെ കാലിന് നീളം കൂടുതലാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ചമ്പക് സിംഗ്, എന്നെ രക്ഷിക്കൂ, ഞാനിത് ഇവിടെ കുടുങ്ങിപ്പോയി. ചമക് സിംഗ്, മിസ്റ്റർ മൻമാനി ഇതുപോലെയാണോ എല്ലാ ക്രൈമും കൈകാര്യം ചെയ്യുന്നത്? അയ്യേ സാറേ, നമ്മുടെ മൻമാനി സാറ് ക്രൈം ഒന്നും കൺട്രോൾ ചെയ്യാറില്ല. സത്യത്തിൽ ക്രൈം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ സ്വയം കൺട്രോൾ ആയി പോകുന്നതാണ് സാറേ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കേ, എന്നെ ഒന്ന് രക്ഷിക്കേ. എനിക്ക് അതിന് മാത്രം വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ ഇനിയും ലോകം ഒരുപാട് കാണാനുള്ളതാ. എന്നെ രക്ഷിക്കൂ ഖന്ന സാർ, എന്നെ രക്ഷിക്കൂ. ഞാൻ അവരെ ഓടിപ്പോയി പിടിക്കട്ടെ. അനങ്ങിപ്പോകരുത്. ഞാൻ ആ ഗട്ടുവിനെയും ബട്ടുവിനെയും വെറുതെ വിടില്ല. അവർക്ക് വേണ്ടി ഞാൻ ജയിലിനകത്തൊരു കുഴിയുണ്ടാക്കി ജീവിതകാലം മുഴുവൻ അവരെ ഞാൻ അതിലിട്ട് അടയ്ക്കുന്നതായിരിക്കും. അണങ്ങി പോരുത്. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വേൾഡിലുള്ള പല ബാങ്കുകളിൽ നിന്നും ഒരേ സമയത്ത് ഹൈടെക് രീതിയിൽ മോഷണം നടന്നിരിക്കുന്നു.
ബാങ്കുകളിലുള്ള മുഴുവൻ പണവും ട്രാൻസ്ഫർ ആവുകയാണ്. ഇതിന് കാരണക്കാരാരാണ്, ഈ പണം എവിടേക്കാ പോകുന്നെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ഈ മാപ്പിൽ റെഡ് ഡോട്ട്സ് ഉള്ള സ്ഥലങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇതൊക്കെ വലിയ ബാങ്കുകളാണ്. ഇവിടെയൊക്കെ മോഷണം നടന്ന് ബട്ടു ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരേ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ആയോ അതെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണ് കാണിക്കുന്നത്. അതായത് ഒരേ ഡയറക്ഷനിലേക്ക്. ആ സൈഡില് വെറും ഐസ്ലാൻഡ് മാത്രമേ ഉള്ളൂ. ഐസ്ലാൻഡ്. ബട്ടുയുടെ ഡിറ്റക്റ്റീവ് സെൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ, ആ ഗ്രോതി ജ്വാല ഐസ്ലാൻഡിൽ ആ ചിപ്പ് ഉപയോഗിച്ചിട്ട് ഒരേ സമയത്ത് എല്ലാ ബാങ്കും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ ബാങ്കുകളും. കട്ടു, നമുക്ക് എത്രയും പെട്ടെന്ന് ഐസ്ലാൻഡിലേക്ക് പോണം. Watch India's largest kids library only on Jio Hotstar. Download the app now.